ഗുഡ് മോർണിംഗ്. കുറച്ച് കാലമായിട്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ ഫുൾ ടൈം കോണ്ടൻറ്റ് ക്രിയേഷനും ട്രാവലിംഗും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട്. പരിപാടികളൊക്കെ നടന്നു പോകണമല്ലോ. പക്ഷേ ജോലിക്ക് കയറിയ സമയത്ത് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കോണ്ടൻറ്റ് ക്രിയേഷനുള്ള സമയം കിട്ടാണ്ടായിട്ടുണ്ട്. എപ്പോഴെപ്പോഴും ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട്. വന്നിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് അതിന് മുന്നേയും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോസ് തമ്മിലുള്ള ഗ്യാപ്പ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. ഈ പോകാൻ വരികയും ചെയ്യുന്ന ഒരു 40 minutes to 1 hour ഡെയിലി എടുക്കാറുണ്ട്. ആ ടൈം എന്തുകൊണ്ട് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നു. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഗുണമുണ്ട്. പോകുന്ന വഴിക്ക് ക്യാമറ ഒരു ഡാഷ് ക്യാം പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം, പിന്നെ ഈ വ്ളോഗിങ് പരിപാടി നടക്കുകയും ചെയ്യും. സ്റ്റാർട്ടിങ് ടുഡേ പുതിയൊരു മോട്ടോർ വ്ളോഗിങ് സെറ്റപ്പ് ഞാൻ തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഡാഷ് ക്യാം പോലെ യൂസ് ചെയ്യുന്നു. ഇതുപോലുള്ള ചേച്ചിമാരൊക്കെ പല പരിപാടികളും രാവിലെ തരാറുണ്ട്. ആ സമയത്ത് ഇങ്ങനെയുള്ള വിഷ്വൽസ് ഉപയോഗപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോട്ടെ, ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് തമ്മിൽ അത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യാത്രയുടെ ഇടയിൽ തന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തൊരു ഇൻഫർമേഷൻ കണ്ടു. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കുള്ള എൻട്രി ഫീസ് കൂട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 50%. സ്റ്റാർട്ടിങ് September 1 ഐ തിങ്ക്. അതായത് September 1 മുതൽ ബന്ദിപ്പൂരിലേക്ക് ബസ്സിൽ സഫാരി പോകണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു പേ 1000 rupees പെർ ഹെഡ്. അത് കുട്ടികൾക്കാണെങ്കിൽ 500 രൂപയാണ്. നേരത്തെ ഈ റേറ്റ് 650 rupees എന്തോ ആയിരുന്നു. അതിപ്പോൾ അവർ നേരെ 1000 എത്തിച്ചിട്ടുണ്ട്. ഓൾറെഡി ബന്ദിപ്പൂർ സഫാരി നല്ല എക്സ്പെൻസീവാണ്. ബന്ദിപ്പൂർ, കബനി ഒക്കെ എക്സ്പെൻസീവാണ്. കബനിയിൽ ക്യാമറ ചാർജസ് ഭയങ്കര കൂടുതലാണ്. അതായത് 500 mm മേളിലുള്ള ക്യാമറയ്ക്ക് ഓൾമോസ്റ്റ് 1600 to 1800 rupees ഒക്കെയാണ് അവർ ക്യാമറയ്ക്ക് ചാർജ് ചെയ്യുന്നത്. ബന്ദിപ്പൂരിൽ അത് കുറവായിരുന്നു, 800 എന്തോ ആയിരുന്നു. അത് കൂട്ടിയിട്ടുണ്ടോ എന്നറിയില്ല, ചെക്ക് ചെയ്യണം. സോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ എക്സ്പെൻസീവ്. ഇനി വരുന്ന സമയങ്ങളിൽ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കർണാടകയാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. വൈൽഡ് ലൈഫ് ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യും, അതിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കർണാടക. ബട്ട് അവിടെ സൈറ്റിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർ ഫോറസ്റ്റിൻ്റെ ആ ഒരു ബഫർ സോൺ എപ്പോഴും ക്ലിയർ ചെയ്തിടുന്ന കാരണം നമുക്ക് സൈറ്റിങ്ങിന് നല്ല ചാൻസസ് കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് കബനി, ബന്ദിപ്പൂറൊക്കെ. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അവിടെ ആൾക്കാർ പോകുന്നതും. ബിക്കോസ് എസ്പെഷ്യലി ഫോർ സൗത്ത് ഇന്ത്യൻസ് ഏറ്റവും അടുത്തുള്ള ഏറ്റവും സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബന്ദിപ്പൂർ, കബനിയൊക്കെയാണ്. ആൻഡ് കർണാടകയ്ക്ക് നന്നായിട്ട് ആ കാര്യം അറിയാം. അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആക്ച്വലി കുറച്ചുകൂടെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. സോ ഇവിടെ അങ്ങനെ ഒരു സൈറ്റിങ്, അതായത് എസ്പെഷ്യലി ബിഗ് ക്യാറ്റ്സിൻ്റെയൊക്കെ സൈറ്റിങ്ങിനുള്ള ചാൻസസ് വളരെ കുറവാണ്. സാധനം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഈവൻ ഇപ്പോൾ കൊല്ലത്ത് ഈ റീസെൻ്റ്ലി ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കടുവയുടെ സൈറ്റിങ്. സോ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഡെൻസ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ഇതിനൊന്നും കാണാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത ചേട്ടൻ, താങ്ക് യു. ഈവൻ നമുക്കുള്ള സഫാരീസ് തന്നെ വലിയ ഗുണമൊന്നും ഇല്ലാത്ത സഫാരീസ് എന്ന് വേണമെങ്കിൽ പറയാം. തോൽപ്പെട്ടി ആണ് ഒരു സഫാരി, പിന്നെ മുത്തങ്ങ ഒരു സഫാരി ഉണ്ട്. ശിരുവാണി ഫോറസ്റ്റിൽ ഓൺ വെഹിക്കിളിൽ സഫാരി ഉണ്ട്. പറമ്പിക്കുളത്ത് സഫാരി ഉണ്ട് ബസ്സിൽ, അല്ലെങ്കിൽ ഓൺ വെഹിക്കിളിൽ വിത്ത് ഗൈഡ് പോകാൻ പറ്റും. പിന്നെ ശെന്തുർണിയിൽ ഇപ്പോൾ ഒരു സഫാരി പോലെ കൊടുക്കുന്നുണ്ട്. സഫാരി എന്ന് പറയാൻ പറ്റില്ല, ഒരു ജീപ്പ് ഡ്രൈവ് പോലെ കൊടുക്കുന്നുണ്ട് കാട്ടിനകത്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലുള്ള മെയിനായിട്ട് വരുന്ന സഫാരീസ്. പിന്നെ എനിക്ക് തോന്നുന്നു സൈലൻറ്റ് വാലിയിൽ ബസ്സുണ്ട്, ബസ്സും ജീപ്പും ഉണ്ട്. നെല്ലിയാമ്പതിയിലുണ്ട്, പക്ഷേ അത് ഒരു പ്രൈവറ്റ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ്, വൈൽഡ് ലൈഫിൻ്റെ സഫാരി അല്ല. അപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഡെൻസ് ഫോറസ്റ്റാണ്. വളരെ കുറച്ച് സമയമാണ് സഫാരി ഉള്ളത്. അപ്പോൾ ആനിമൽ സൈറ്റിംഗ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ആനയോ അല്ലെങ്കിൽ മാനിനെയൊക്കെ കാണാമെന്നല്ലാണ്ട് നമുക്കൊരു ബിഗ് ക്യാറ്റ് സൈറ്റിങ്ങിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്.
അതുകൊണ്ടാണ് കേരളത്തിലെ സഫാരീസിന് വലിയ പ്രിയമില്ലാത്തത്. പക്ഷേ കേരളത്തിൽ ബാക്കി ഏതൊരു കാടിനെയും വെല്ലുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ട്രെക്കുകളാണ്. ട്രെക്ക് പാർട്സും ട്രെയിലും അതുപോലെ ഫോറസ്റ്റ് സ്റ്റേസൊക്കെ ഉണ്ടല്ലോ, അതിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ ആണ് അവിടുത്തെ പക്മ ട്രെയിലാണെങ്കിലും. പെരിയാർ ടൈഗർ റിസർവിൽ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. 2 ദിവസം കാടിനുള്ളിൽ താമസിക്കാൻ പറ്റുന്ന ട്രെക്കിംഗ് പ്രോഗ്രാം മുതൽ നൈറ്റ് ട്രെക്കിംഗ് വരെ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് പെരിയാർ ടൈഗർ റിസർവ്. അതുപോലെ പറമ്പിക്കുളം, എല്ലാ സ്ഥലത്തും ട്രെക്കിംഗ് ട്രെയിൽസ് കേരളം ബെസ്റ്റാണ്. പക്ഷേ സഫാരിയിൽ നമ്മൾ ഷോ കാണും അതിനുള്ള ഓപ്ഷൻ. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വാൽപ്പാറ സൈഡിലൊക്കെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനയുടെ 2 ആക്രമണവും പിന്നെ ജീപ്പിൻ്റെ എന്തോ ഇഷ്യൂ ഒക്കെ വന്നത് കാരണം അത് ഉടനെ തന്നെ പൂട്ടിയവർ. കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി റിസ്ക് എടുക്കാനുള്ളൊരു മടിയും കൂടിയാണ്. കാടിനുള്ളിൽ വെച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ അതിന് മറുപടി പറയണം, അതിൻ്റെ പുറകെ പോകണം, നഷ്ടപരിഹാരം. സോ അതൊരു വലിയ ചടങ്ങായിട്ട് മാറും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് അവർ കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. സോ അതാണ് കാര്യം. കർണാടകയിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ റീസെൻ്റ്ലി കടുവ 3 വരെ കൊന്നിട്ട് ബന്ദിപ്പൂർ, കബനി ഉൾപ്പെടെയുള്ള എല്ലാ സഫാരീസും അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീപ്പ് ഡ്രൈവേഴ്സ്, റിസോർട്ടുകൾ, പിന്നെ ഹോട്ടൽസ് ഉണ്ട് താമസിക്കാൻ പറ്റുന്ന. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കബനി ബന്ദിപ്പൂർ ഫോറസ്റ്റിലുള്ള സഫാരീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതും ചെറിയ എമൗണ്ടൊന്നും അല്ല മേടിക്കുന്നത്, നല്ല എമൗണ്ട് മേടിക്കുന്ന റിസോർട്ടുകളുണ്ട്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം റിസോൾവ് ചെയ്തത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല സിറ്റുവേഷൻ. കേരളത്തിലൊരു സംഭവം ഇഷ്യൂ ആവും എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കില്ല, അവരതങ്ങ് നിർത്തി വയ്ക്കും. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറ്. ഇപ്പോൾ എനിക്കൊന്ന് ഒരുപാട് സ്ഥലത്തേക്കുള്ള പെർമിഷനും ഒക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പാണ്ടിപ്പത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം വേറെ ഒരു സ്ഥലത്തും കാണാൻ കിട്ടത്തില്ല. 7 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്ത് വേണം പോകാൻ, അല്ലാണ്ട് വണ്ടിയൊന്നും പോകത്തില്ല. 2018 വരെ എങ്ങാണ്ടിത് പുറത്ത് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കോർ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് മെയിൻ ഒഫീഷ്യൽസിന് മാത്രമായിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ആൻറ്റി പോച്ചിങ് ഷെഡൊക്കെ ഉണ്ട്. ആൻറ്റി പോച്ചിങ് ഷെഡിലാണ് നേരത്തെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് അത് അവർ പ്രോപ്പർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തമിഴ്നാട് ബോർഡറും കൂടിയാണിത്. സഫാരീസിനെ പറ്റി പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സഫാരീസ് ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻ സഫാരീസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ചീപ്പാണ് അവിടുത്തെ സഫാരീസ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും അവസാനം ഞാൻ പോയത് കസിരംഗ ഫോറസ്റ്റാണ്, ആസാമിൽ. ചീപ്പ് ഇൻ ദ സെൻസ് നമ്മൾ അവിടെ ക്യാമറയ്ക്ക് കൊടുക്കുന്ന ചാർജ് വെറും 100 രൂപയാണ്. അതായത് ഒരു DSLRൽ ഏത് ലെൻസ് ആണെങ്കിലും ശരി നമുക്ക് ക്യാമറയ്ക്ക് കൊടുക്കേണ്ട ചാർജസ് വെറും 100 റുപ്പീസ് പെർ ക്യാമറയാണ്. ലെൻസൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് എ GoPro, ഒരു ആക്ഷൻ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് 1000 രൂപയാണ്. ഐ ഡോണ്ട് നോ വൈ അങ്ങനെ ഒരു സംവിധാനം. എനിക്ക് തോന്നുന്നു അവർ വീഡിയോ ക്യാമറയായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ചാർജ് ഡിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് GoPro കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പെടും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ DSLR കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. അതുപോലെ ഓരോ വണ്ടിയുടെ ചാർജസും ഭയങ്കര കുറവാണ്. 4500 ആ റേഞ്ചൊക്കെയാണ് ഒരു ജീപ്പിന് ചാർജ് വരുന്നത്, ഒരു ജിപ്സിക്ക്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ജിപ്സിയാണ് അവിടെ നോർമലി ഉള്ളത്. അപ്പോൾ 4500 എന്ന് പറയുന്നത് വളരെ കുറച്ച് ചാർജാണ് ജിപ്സിയുടെ. അതേസമയം ബന്ദിപ്പൂരിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജിപ്സിക്ക് ഭയങ്കര കാശാണ്. പ്രത്യേകിച്ച് JLR ഒക്കെ ആണെങ്കിൽ ഹെവിയാണ് എമൗണ്ട് വരുന്നത്. പക്ഷേ JLRൻ്റെ സർവീസും അടിപൊളിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കൊടുക്കുന്ന കാശിന് ഭാഗത്തായിട്ടുള്ള സർവീസും കിട്ടുന്നുണ്ട്. ഇപ്പം ബന്ദിപ്പൂരിലും ഇവിടെയൊക്കെ സഫാരി ചാർജസ് കൂട്ടുന്ന വെച്ച് നോക്കുമ്പോൾ JLRലും കൂട്ടേണ്ടതാണ്. കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി JLR എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ജംഗിൾ ലോഡ്ജസ് അതും കർണാടക സർക്കാരിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷേ
പ്രീമിയം സർവീസാണ് അവരുടെ. മിക്കവാറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അതാണ് ചൂസ് ചെയ്യുന്നത്, കുറച്ച് റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ. നമ്മളെപ്പോലെ ഇതിൽ നിന്നും റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നോർമൽ സഫാരിയൊക്കെ എടുത്തു പോകുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഈസ് എൻ എക്സ്പെൻസീവ് ഹോബി അല്ലെങ്കിൽ പാഷൻ എന്ന് പറയാം. കാരണം ഗാഡ്ജറ്റ്സ് ആണെങ്കിലും കാശ് കൂടുതലാണ്. ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്, സഫാരീസിൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്, ഫോറസ്റ്റ് പെർമിഷൻസ് അത് ഇത് അങ്ങനെ ഒരുപാട് ചിലവുള്ള പരിപാടിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എൻ്റെ പാഷൻ അതായിപ്പോയി. എന്നെക്കൊണ്ട് പറ്റുന്ന ബഡ്ജറ്റിൽ ഞാനത് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കസിരംഗ ഫോറസ്റ്റിനെ പറ്റിയാണ്. കസിരംഗ ഫോറസ്റ്റിൽ ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്ത് അവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഫോറസ്റ്റാണ്. ഇപ്പോൾ കാണ്ടാമൃഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ വൺ ഹോൺ റൈനോ, ഇന്ത്യൻ റൈനോസറസ് എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ പശുവൊക്കെ നിൽക്കുന്നത് പോലെ ഒരു പാടുണ്ട്, ഏത് സൈഡിൽ നോക്കിയാലും ഉണ്ടാവും ഒരെണ്ണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആനിമൽ സൈറ്റിംഗ് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വരത്തില്ല. കാരണം അനിമൽ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ടേണിങ്ങിലും നമുക്ക് അനിമൽസിനെ കാണാനായിട്ട് പറ്റും. അനിമൽ സൈറ്റിംഗ് നമ്മളെ അധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 2 സഫാരിയോടുകൂടി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറും. പക്ഷേ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണേണ്ട സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. എന്ന് വെച്ചാൽ പുൽമേടൊക്കെ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് അപ്പുറം വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പുൽമേടുകളും അതുപോലെ വാട്ടർ ബോഡീസൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്ലഡ് റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മപുത്ര റിവറിൻ്റെ ഏരിയ ആണ്. ഫ്ലഡിന് ഒരുപാട് ചാൻസസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് നല്ല മഴ സമയത്ത് ഇവിടെ മൊത്തത്തിൽ വെള്ളത്തിനടിയിലാകാറുണ്ട്. ഇപ്പോൾ ആസാമിൽ ഫ്ലഡ് ഭയങ്കര കൂടുതലാണ്. എത്രയോ ആൾക്കാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു ഇത്തവണ. മെയിൻലി ആസാമിൽ 4 റേഞ്ചസ് ആണുള്ളത്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും പറയുകയാണ്. 4 റേഞ്ചസ് ആണുള്ളത്. ആ 4 റേഞ്ചസിൽ ഒരെണ്ണം മെയിൻ സെൻട്രൽ സോണാണ്, കൊഹോറ റേഞ്ച് എന്ന് പറയും. സെൻട്രൽ സോൺ ഇൻ ദ സെൻസ് അവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയ ആണത്. ഏറ്റവും കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതും ആ ഒരു കൊഹോറ എന്ന് പറയുന്ന റേഞ്ചാണ്. അവിടെയാണ് ഗോൾഡൻ ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടാറുള്ളത്. ഈ ഒരു റീസൺ കാരണമാണ് അവിടെ ഇത്രയും തിരക്ക് വരുന്നത്. മറ്റേ ടൈം വീക്കെൻഡിലൊക്കെ 250 ജിപ്സീസ് വരെ കയറാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ പോകുമ്പോഴും നല്ല തിരക്കായിരുന്നു. 250 ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ തിരക്കുണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് അതിനടുത്ത് തന്നെ ഒരു റേഞ്ചുണ്ട്, വെസ്റ്റേൺ റേഞ്ചുണ്ട്. വെസ്റ്റേൺ റേഞ്ചും ഇതുപോലെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റേഞ്ചാണ്. അവിടെ നല്ല സൈറ്റിംഗ് ഉള്ള സ്ഥലമാണ്. എനിക്കൊന്ന് സെൻട്രൽ സോണിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ് വെസ്റ്റേൺ സോണിൽ സൈറ്റിങ്ങിനുള്ള ചാൻസസും അവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ. പക്ഷേ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അധികം ആൾക്കാർ പോകാണ്ട് ഉള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് അഗാരത്തോളി എന്ന് പറയുന്ന ഈസ്റ്റേൺ റേഞ്ച്. അതൊരു ബേർഡ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും ടൈഗറും ഉൾപ്പെടെയുള്ള എല്ലാ ബിഗ് കാറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ബേർഡ്സിനാണത് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് ബേർഡിങ്ങിനാണ് പോകാറുള്ളത്. അവിടെ ഒരു ദിവസം കയറ്റി വിടുന്ന വണ്ടികൾ ലിമിറ്റഡാണ്. 10 or 20 വണ്ടികൾ മാത്രമേ ഒരു ദിവസം കയറ്റി വിടാറുള്ളൂ 2 സഫാരീസിലുമായിട്ട്. സോ അതുകൊണ്ട് അങ്ങോട്ട് അധികം ആൾക്കാർ പോകാറില്ല കേട്ടോ. അത് മെയിൻ സെൻട്രൽ സോണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. എനിക്കൊന്നൊരു 30-35 കിലോമീറ്റേഴ്സൊക്കെ മാറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പക്ഷേ പോയിട്ടുണ്ടായിരുന്നു. അതൊരെണ്ണം. പിന്നെ ഉള്ളത് ബുറാപഹാർ എന്ന് പറയുന്ന ഒരു റേഞ്ചുണ്ട്, ബുറാപഹാർ റേഞ്ച്. ബുറാപഹാറും ഇതുപോലെ കുറച്ച് മാറിയിട്ടാണ്. അവിടെയും ഇതുപോലെ 10-20 വണ്ടി എടുത്തുള്ളൂ. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ലാൻഡ്സ്കേപ്പും ഏറ്റവും ഞങ്ങൾക്ക് ആക്ച്വലി ടൈഗർ സൈറ്റിംഗ് പോലും ബുറാപഹാർ എന്നാണ് കിട്ടിയത്. എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റെസ്റ്റ് ഓഫ് കസിരംഗ ഫോറസ്റ്റ്. നല്ല വ്യത്യാസമുള്ള ലാൻഡ്സ്കേപ്പാണ്. കാരണം അതൊരു മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട് അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലഡിൻ്റെ സമയത്ത് ഇത് കുറച്ച് ഹൈ റേഞ്ച് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന പ്രദേശം ആയതുകൊണ്ട് ഫ്ലഡിൻ്റെ സമയത്ത്
അവിടുത്തെ അനിമൽസ് എല്ലാം ബുറാ പഹാർ ഏരിയയിലേക്കായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു, കാരണം ഹൈറ്റുള്ള പ്രദേശം ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ ഫ്ലഡിൻ്റെ സിറ്റുവേഷനാണ്, ഇച്ചിരി വേഴ്സാണെന്ന് പറയുന്നു. ഓക്കെ, മെയിൻ ഒരു ട്രാഫിക് ജംഗ്ഷൻ കഴിഞ്ഞു. രാവിലെ വരുമ്പോൾ ഇതാ പ്രശ്നം, നല്ല തിരക്കാണ്, എപ്പോഴും ട്രാഫിക്കാണ്. തിരിച്ചു പോകുമ്പോഴും ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. ഞാനതാണ് പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്താനായിട്ട് കുറേ സമയം പോകും, തിരിച്ചു പോകുമ്പോഴും അതേപോലെ ടൈം ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈൽഡ് ലൈഫിനെ പറ്റിയും എൻ്റെ യാത്രകളെ പറ്റിയൊക്കെ സംസാരിക്കാനും എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുമൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ ഗോയിങ് ഫോർവേഡ് ഞാൻ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇനി പോകാനിരിക്കുന്ന വൈൽഡ് ലൈഫ് ട്രിപ്സിൻ്റെയും ട്രാവലിങ്ങിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നോർമലി ഒരു സ്റ്റുഡിയോയിൽ വ്ളോഗിങ് സെറ്റപ്പിലൊക്കെ ഇരുന്നാണ് ഇത് ചെയ്യാറ് സാധാരണ ആൾക്കാർ. പക്ഷേ എൻ്റെ ഒരു ടൈം ലിമിറ്റേഷൻ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വർക്ക്സ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാടിനെ പറ്റിയും യാത്രകളെ പറ്റിയും ഒക്കെ സംസാരിക്കാം. See you soon with the next one. Until then, adios amigos.